1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് 3 വട്ടം തരിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ 3 വട്ടം നല്ല എന്ത് ചെയ്യുക, സ്ലീവ് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 3 വട്ടം തരിച്ചിട്ടുണ്ട്. തരിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡറൊക്കെ എല്ലാതും ഇതിൽ മിക്സ് ആക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് മസ്റ്റാണ്, സ്കിപ്പ് ചെയ്യരുത്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള സ്റ്റൗ ടോപ്പ് റെഡിയാക്കുക കേട്ടോ. ബേക്കിംഗ് പാത്രം, ബേക്ക് ചെയ്യാനുള്ള പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിലാട്ടോ. ഇതേപോലുള്ള ഒരു കുക്കർ കണ്ടില്ലേ, അടി കട്ടിയുള്ള ഒരു കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നോക്കാം. ഏറ്റവും ചെറിയ തീയിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. ഞാനിപ്പോൾ പൊടികൾ തയ്ച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഏറ്റവും ലോല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള റിങ് ഇറക്കി വെക്കുക. പിന്നെ ഒരു പരന്നിട്ടുള്ള ഒരു സ്റ്റാൻഡ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ്, നമ്മൾ അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് വെക്കുക. നമ്മൾ ബാറ്റർ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാതെ നിൽക്കാനാണ്. അതിൻ്റെ കൂടെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അടപ്പ് വെക്കുമ്പോൾ സൈഡിൽ കൂടെ എയർ പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്യണം. ബേക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്യാം കേട്ടോ. അതാ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പ്രീഹീറ്റ് ചെയ്യാൻ. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത് വന്നിട്ടുള്ളത് മുട്ട ബീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ അതാ ക്ലീൻ ആയിട്ടുള്ള ബോൾ, വെള്ളം ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കുക. ക്ലീൻ ആയിട്ടുള്ള ബോൾ, ക്ലീൻ ആയിട്ടുള്ള ബ്ലേഡ്, ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ട പൊട്ടിച്ചു വെക്കുകയാണ് കേട്ടോ. ഡയറക്റ്റ് പൊട്ടിച്ചു വെക്കുകയാണ്. എഗ്ഗും യോക്കും സെപ്പറേറ്റ് ആക്കുന്നില്ല. ഡയറക്റ്റ് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വെക്കുക കേട്ടോ. 3 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ്, സാൾട്ട് കേട്ടോ, 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിന്റെ പകുതി കേട്ടോ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉപ്പും വാനില എസൻസും ഒന്ന് മുട്ടയിലൊന്ന് ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, പൊടിച്ച് വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര, പൊടിച്ചത് 1 കപ്പ് പഞ്ചസാര കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 2 മിനിറ്റ്. ഇതേപോലെ നമ്മൾ ഈ പഞ്ചസാര ഫുള്ളും ഇട്ടിട്ട് നെയ്യ് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഇട്ടിട്ട് ഫുള്ളാക്കിയിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഫുള്ള് ബീറ്റ് ചെയ്തെടുക്കുക. ടൈമർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോണിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് കേട്ടോ. ബീറ്റ് ചെയ്യുന്ന പഞ്ചസാര ഫുള്ളും കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ 2 മിനിറ്റ് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുട്ടന്റെ യെല്ലോ മാറിയൊരു വൈറ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ടോട്ടൽ 3.5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഓവർ ബീറ്റിംഗ് ആകണ്ട. നമ്മള് മുട്ട ഉണ്ടോ, നല്ല മുട്ടയും പഞ്ചസാര ഇട്ട് നല്ല ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ഉപ്പിട്ടിട്ട് ബീറ്റ് ആക്കിയിട്ട്
തേർഡ് സ്പീഡിലിട്ടിട്ട് 1/2 മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളത് ക്രീമി ടെക്സ്ചർ ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡില് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറാക്കി ബീറ്റ് ചെയ്യണ്ട. ബീറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട താന്നു പോകും കേട്ടോ. എന്താ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ആ ബാറ്ററിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തരിച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഇട്ടാൽ അത് കട്ട കുത്തും. ഒരു 4-5 പാർട്ടാക്കിയിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മൾ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ടോട്ടൽ 3.5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റിംഗ് ആകണ്ട. നമ്മള് മുട്ട ഉണ്ടോ നല്ല മുട്ടയും പഞ്ചസാര ഇട്ട് നല്ല ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ഉപ്പിട്ടിട്ട് ബീറ്റ് ആക്കിയിട്ട് തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് 1/2 മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളത് ക്രീമി ടെക്സ്ചർ ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡില് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറാക്കി ബീറ്റ് ചെയ്യണ്ട. ബീറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട താന്നു പോകും കേട്ടോ. എന്താ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ആ ബാറ്ററിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തരിച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഇട്ടാൽ അത് കട്ട കുത്തും. ഒരു 4-5 പാർട്ടാക്കിയിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കുക. എന്താ ഇങ്ങനെ കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3-4 വട്ടാക്കിയിട്ട് ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ആക്കിയത് അങ്ങനെ ആകുമ്പോൾ കട്ട കുത്തിയിട്ട് നമ്മൾ ഓവറായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് താന്നു പോകും മുട്ടയുടെ ബാറ്റർ. അപ്പം നമ്മളെ കേക്ക് ഹൈറ്റിൽ പൊന്തൂല, ഹാർഡായി പോകും കേട്ടോ. ശ്രദ്ധിക്കുക. ടൈറ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മാവ് ഈ ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുന്ന ടൈമിൽ മാത്രം എന്ത് ചെയ്യാം, പാലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ഞാനിതാ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുന്ന സ്റ്റെപ്പിൽ മാത്രം ഇത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 4-5 പാർട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കാം. റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക, റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക കേട്ടോ. റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക. ഇതേപോലെ നല്ല മിക്സ് ആക്കുക. എന്നിട്ട് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത് റിബൺ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. റിബൺ കൺസിസ്റ്റൻസി ആണ്.
നമ്മളെ ബാറ്റർ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എന്താ ബാറ്റർ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റ് ആണെന്ന് തോന്നുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൺസിസ്റ്റൻസി ഇതാ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മടക്കായിട്ട് റിബന് പോലെ ചാടും. ഇങ്ങനെയാണ് കേട്ടോ, ലൂസും അല്ല ടൈറ്റും അല്ല. കണ്ടില്ലേ, നമ്മളെ ബാറ്റർ ഇങ്ങനെ റിബൻ പോലെ മടക്കായിട്ട് ചാടണം. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമ്മളെ ബാറ്ററി ടിന്നിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ടൂത്ത്പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല എല്ലാ ഭാഗത്തൊക്കെ എത്താൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ ആകാത്തുണ്ടെങ്കിൽ, എയർ കിടന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ മിക്സ് ആകാനാണ്. എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ടേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ടേപ്പ് ചെയ്യണം. ടേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലേക്ക് ബബിൾസ് വന്ന് പൊട്ടിപ്പോവും, അതിലുള്ള എയർ പോകും കേട്ടോ. ഇങ്ങനെ ടേപ്പ് ചെയ്തിട്ട് വെക്കുക. ടേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഹോൾസ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതാ നമ്മള് പിന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രമാണ്. അപ്പൊ നമ്മൾ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെയിറ്റ് എടുത്ത് മാറ്റുക. പാത്രം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ടിന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൈ ശ്രദ്ധിക്കുക. എന്നിട്ട് സെയിം എന്ത് ചെയ്യാം, അടിച്ചു വെക്കുക, കനം വെക്കുക. എന്നിട്ട് ഫ്ലെയിം വന്നിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ഇത് ഹൈ ഫ്ലെയിം, ഇത് ലോ ഫ്ലെയിം. അതിന്റെ സെന്ററില് മീഡിയം ഫ്ലെയിമില് ഒരു 39 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. 39-35 ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. ഓരോരുത്തരുടെ ഫ്ലെയിമിന്റെ ചൂടിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ. ചിലത് വേഗം ബേക്കാവും, ചിലത് ടൈം കൊടുക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ട് ഒന്ന് ടൂത്ത്പിക്ക് വെച്ച് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടാവും. അത് അതിലൊട്ടിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടാവില്ല. ഒന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് പിന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. ഒരു 39 മിനിറ്റ് ആണ്. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി നോക്കാം. തുറന്നിട്ട് ഒന്ന് കുത്തി നോക്കാം. ബേക്ക് ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടെ വെക്കാം കേട്ടോ. 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുത്തി നോക്കാം കേട്ടോ. ഇതാ കുത്തുമ്പോ നമ്മളെ ഉണ്ടോ ടൂത്ത്പിക്കോ ഇതേപോലുള്ളൊരു കമ്പി എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോ അങ്ങനെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ക്ലീൻ ആയിട്ടുണ്ട്. സൈഡിലും കുത്തി നോക്കുക, സെന്ററിലും കുത്തി നോക്കുക കേട്ടോ. ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പറഞ്ഞ അളവുകളിൽ കറക്റ്റ് ആക്കിയിട്ട് എടുത്താൽ നമുക്കും ഇതുപോലെ നല്ലൊരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആക്കി എടുക്കാം കേട്ടോ. നമ്മളെ കേക്ക് കൂളായതിനു ശേഷം നമ്മൾ എങ്ങനെ ടിന്നിന്ന് റിമൂവ് ചെയ്യാന്ന് കാണിക്കുക. ഫസ്റ്റ് ഇതങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഇതെടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്താ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബട്ടർ പേപ്പർ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാം കേട്ടോ. ഇതാട്ടോ നമ്മളെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നല്ല കൂളതിന് ശേഷം ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടായതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ, തൊടുമ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മള് അടിയിലുള്ള ബട്ടർ പേപ്പറും ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ റിമൂവ് ചെയ്യാം. നല്ല കൂളായതിന് ശേഷം റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഹൈറ്റ് ആയിട്ടുള്ള 1 kg ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെഷർമെന്റിൽ അതേപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാം കേട്ടോ. നമ്മൾ എഗ്ഗും യോക്കും ഒന്നും സെപ്പറേറ്റ് ആക്കാതെ ഡയറക്റ്റ് ഇട്ടിട്ട് സിമ്പിൾ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ച്. നമ്മളെ
സ്പഞ്ച് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്പഞ്ച് ഇനി 3 ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അത് 1 kg ആണ്. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ 3 ലെയറായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഇതാണ് ബ്രെഡ് നൈഫ് കേട്ടോ. കണ്ടില്ലേ, ബ്രെഡ് നൈഫാണ്. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പല്ല് പോലെയുള്ള ഇതാണ് ബ്രെഡ് നൈഫ്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലത് കയ്യിൽ കത്തി പിടിച്ചിട്ട് ഇടത് കൈ കേക്കിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡും സെയിം തന്നെയാണ്. ഇങ്ങനെ ആക്കുക, റൗണ്ട് ചെയ്ത് കൊടുക്കുക. കേക്ക് ടേബിളിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള 3 ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരേ ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്പഞ്ച് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്.